ശരി, ശ്രീ കെ എം ആന്റണി റിട്ടയർഡ് SP ആണ്. ശ്രീ കെ എം ആന്റണി, ഇപ്പോൾ 75(1), 75(4) IT Act 67 ഒക്കെ അനുസരിച്ചുള്ള കേസാണ്, വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ജാമ്യം ലഭിക്കാത്ത രീതിയിലുള്ള കേസുകളാണ് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. എന്താണ് ഈ നാളെ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടക്കുന്നു എന്നറിഞ്ഞ് പഴുതടച്ചുകൊണ്ട് അതിന് സമയം കൊടുക്കാതെ പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരികയായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ഇന്നിപ്പോൾ സ്റ്റേഷനിലെത്തിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നില്ല. നാളെ തുറന്ന കോടതിയിലാണ് ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കാനിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇപ്പോഴത്തെ ഈ പോക്കിനെ താങ്കൾ എങ്ങനെ കാണുന്നു? സ്മൃതി, ഇത് നമ്മൾ സാധാരണ കാണും പോലെയുള്ള ഒരു നടപടിക്രമമല്ല. ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് പോലീസ് ഓപ്പറേഷൻ തന്നെ ഇതിനെ പറയാം. കാരണം നമ്മളിതിൻ്റെ ഒരു മൂന്ന് ദിവസമായി ഹണി റോസ് എന്ന നടി പൊതു മധ്യത്തിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഇതിൻ്റെ ഒരു മുഖവുരയുമായി ആദ്യം എത്തുന്നത്. അപ്പോൾ ആദ്യം എത്തുമ്പോൾ നമുക്കറിയാം, ഒരു വ്യക്തി എന്നെ പിന്തുടർന്ന് ലൈംഗിക ചുവയോടുകൂടി അല്ലെങ്കിൽ എന്നെ അധിക്ഷേപിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതാണ് ഞാൻ പോലീസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഹണി റോസ് ആദ്യം മുതൽ തന്നെ കേസ് കൊടുക്കണമെന്ന് തന്നെ ഉദ്ദേശിച്ചിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ബുദ്ധിയാണത്. പോലീസ് ഈ അടുത്ത കാലങ്ങളിൽ ചെയ്തതിൽ ഏറ്റവും വലിയൊരു കാര്യമാണത്. ഞാൻ പോലീസിനെ പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞതല്ല, കാരണം അതൊരു പ്ലാനിങ് അതിനകത്തുണ്ട്. കാരണം അതായത് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതാണ്, ആ രീതിയിലാണ് കാര്യങ്ങളുടെ ഗതി നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ മറുവശം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹണി റോസിനെ പോലെയുള്ള ഒരു പ്രമുഖ നടി ഇവിടെ വന്നൊരു കേസ് കൊടുത്തു. അത് 75 BNS ഭാരതീയ ന്യായ സംഹിത അത് പ്രകാരം കേസ് കൊടുത്തു, അല്ലെങ്കിൽ IT ആക്ട് പ്രകാരം കൊടുത്തു. ആ പ്രതിയെ പിടികൂടാൻ പറ്റുന്നില്ല. ഈ ബോബി ചെമ്മണ്ണൂർ പോലെയുള്ള ഒരു പ്രബലനായ വ്യവസായിക്ക് ഒളിച്ചു പോകാനാണോ ഇടവില്ലാത്തത്? കാരണം അദ്ദേഹം നിന്ന സ്ഥലം തന്നെ ശ്രദ്ധിക്കൂ. വയനാട് ജില്ലയിലെ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിനർത്ഥം മേപ്പാടിയിൽ നിന്ന് 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തമിഴ്നാട്ടിലേക്കും അല്ലെങ്കിൽ 10-25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കർണാടകത്തിലേക്ക് കടക്കാൻ സാധിക്കും. പക്ഷേ ഇതിന്റെ ആരംഭം മുതൽ തന്നെ പോലീസ് പ്ലാൻ ചെയ്തത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ 100 ഏക്കർ എന്ന എസ്റ്റേറ്റിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. നാളെ കർണാടകയിൽ അദ്ദേഹത്തിന് മറ്റൊരു ഉദ്ഘാടന പരിപാടി, ക്ഷമിക്കണം 1000 ഏക്കർ അവിടെ നിന്നും കർണാടകത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു ഉദ്ഘാടന പരിപാടിക്ക് പോകാനിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉദ്ഘാടന പരിപാടിക്ക് പോകുന്നതിന് മുൻപ് തന്നെ പുലർച്ചെ 4 മണിക്ക് താങ്കൾ പറഞ്ഞ ഈ ഓപ്പറേഷനായി പോലീസ് സംഘം അവിടെ എത്തുകയാണ്. പുലർച്ചെ 4 മണിക്ക് എത്തിയിട്ടുണ്ട്. 9 മണിയോടെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നു. പോലീസിന്റെ നടപടിക്രമങ്ങളോട് സഹകരിക്കാതിരുന്നിട്ടില്ല, ഓടിപ്പോയിട്ടില്ല. ഇത് പക്ഷേ ഈ ഓപ്പറേഷൻ ഒരു തരത്തിലും ബോബി ചെമ്മണ്ണൂരിന് അറിയാൻ കഴിഞ്ഞില്ല എന്നിടത്താണ് പോലീസിന്റെ നീക്കം വിജയിച്ചിരിക്കുന്നത്, അല്ലേ ശ്രീ കെ എം ആന്റണി? അതെ, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ബോബി ചെമ്മണ്ണൂരിന് ഒളിവിൽ പോകാൻ പറ്റില്ല പലപ്പോഴും. കാരണം അദ്ദേഹത്തെ അറിയാത്ത ആളുകളില്ല. മലയാളികളുള്ള സ്ഥലങ്ങളിലൊക്കെ അയാളെ ഒരുവിധപ്പെട്ട സാധാരണ ആളുകൾക്കെല്ലാം തിരിച്ചറിയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വേഷം കൊണ്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ കച്ചവട തന്ത്രങ്ങൾ കൊണ്ടും സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ കൊണ്ടുമൊക്കെ ആളുകൾ തിരിച്ചറിയും. അത് പിന്നെ അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒളിവിൽ പോകാനുള്ള മാർഗങ്ങളുണ്ട്. അത് പക്ഷേ അത് നമ്മളിവിടെ പ്രതിപാദ്യമല്ല. പക്ഷേ അയാൾ ഇത്ര വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതിനാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഹണി റോസ് ഇത് വേണമെന്നുണ്ടെങ്കിൽ മാപ്പ് പറയാൻ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, അത്രമാത്രം നിസ്സാരമാണ് എന്ന് കരുതി. പക്ഷേ പോലീസ് അത് സമയമെടുക്കാൻ വേണ്ടിയാണ്, ഇയാളെ പിടികൂടുന്നതിന് സമയം കിട്ടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇയാൾ നിരീക്ഷണത്തിലാണ്. ഇയാളെ കണ്ടെത്താനൊന്നും അത്ര വലിയ പാടില്ല. കാരണം ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഒരാൾ സംഘമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അവരോടൊപ്പമുള്ളവരുടെയോ ഇയാളുടെയോ ഫോൺ ട്രാക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഏത് രീതിയിലും ഇൻ്റലിജൻസിന് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ അയാളെ ലൊക്കേറ്റ് ചെയ്ത് അയാളെ നിരീക്ഷണത്തിൽ നിർത്തി കൊണ്ട് തന്നെയാണ് ആ പോലീസ് പാർട്ടി എറണാകുളത്തു നിന്നും അവിടെ എത്തുന്നത്. അപ്പോഴാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യുകയും അയാളെ പിടികൂടുകയും ചെയ്തത്. അയാൾക്ക് എതിർക്കാനുള്ള സാഹചര്യമില്ല, കാരണം എതിർത്തിട്ട് കാര്യമില്ല. ആ പോലീസിന് വിധേയനായിട്ട് അദ്ദേഹം വരികയാണ് ചെയ്തത്. അപ്പോൾ ആ കാര്യങ്ങളിലൊന്നുമല്ല. ഇപ്പം നാളത്തെ പ്രശ്നത്തെ സംബന്ധിച്ച് ശ്രുതി ചോദിച്ചതിന് 75 BNS ഭാരതീയ ന്യായ സംഹിത 75 1-ാം ഉപവകുപ്പും 4-ാം ഉപവകുപ്പും പിന്നെ IT ആക്ട്, ആ IT ആക്ടിൽ 67 ഇതിൽ വകുപ്പുകൾ ഇട്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 75
ഒന്നെന്ന് പറയുന്നത് 3 വർഷം തടവ് കിട്ടും, അതുപോലെ തന്നെ ഫൈൻ അത് വേറെ ഉണ്ടാവും, നോൺ വെയിലബിൾ ആണ്, കോഗ്നിസിബിൾ ആണ്, പോലീസിന് നേരിട്ട് എടുക്കാവുന്നതാണ്, അതോടൊപ്പം തന്നെ നോൺ കോമ്പൗണ്ടബിൾ ആണ്. അതായത് അത് ഒത്തുതീർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കോടതിയിൽ കയറിയിട്ട് ഒത്തുതീർപ്പെന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ തന്നെ അത് സെഷൻസ് ട്രയലാണ്, സാധാരണ ഒരു കേസ് പോലെയല്ല. അപ്പോൾ ഗൗരവമുള്ള ഒരു കേസ് തന്നെയാണ്. പോലീസ് ഈ സമയത്തിനുള്ളിൽ ഈ കേസിൽ മതിയായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ബെയിൽ ആപ്ലിക്കേഷനെ ഒബ്ജക്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ ഓൾറെഡി ഈ പറഞ്ഞതുപോലെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നാളെ അത് റിമാൻഡ്, നാളെ ഇപ്പം 24 മണിക്കൂർ ആകാൻ പോണത്, ഇന്ന് 11:50 മറ്റോ ആണ് അയാളെ പിടികൂടിയിരിക്കുന്നത്. പോലീസ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കേസാണ്. പുറപ്പെട്ടു. അതെ, ആ സമയത്തിന് മുമ്പ് തന്നെ നാളെ കോടതി ചേരുന്ന സമയത്ത് തന്നെ അയാളെ പ്രൊഡ്യൂസ് ചെയ്യും, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. കാരണം അറസ്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കം പോലും ഒഴിവാക്കാൻ തന്നെയായിരിക്കും പോലീസ് ചിലപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അതൊരു കാര്യമായിട്ട് വരും. അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങുമ്പോൾ പറഞ്ഞു ഞാൻ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അയാളുടെ ഒരു തോന്നൽ മാത്രമാണ്, കുറ്റങ്ങളെപ്പറ്റി ബോധ്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ സ്ത്രീകളെ അപമാനിക്കുക എന്നുള്ളതാണ്. ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് എങ്ങനെ അർത്ഥങ്ങൾ കൽപ്പിക്കുമെന്നുള്ളത് അത് കോടതിയിൽ വാദിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അത് എത്രമാത്രം പ്രോസിക്യൂഷൻ സഹായിക്കുന്നോ അതനുസരിച്ചാണ് ആ കേസിൻ്റെ ഗതി മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും പോലീസിൻ്റെ പ്രവർത്തനം ഒരു വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ്. നാളെ അയാൾക്ക് ജാമ്യം കിട്ടാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അപ്പോൾ റിമാൻഡിൽ തന്നെ പോകാനുള്ള സാധ്യതയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് നമ്മളുടെ സമൂഹത്തിന് മൊത്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പം ഇവർ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നു, എൻ്റെ പേര് വെച്ച് തന്നെ നിങ്ങൾ റിപ്പോർട്ട് എഴുതിക്കോളൂ എന്നാണ് ഈ ഹണി റോസ് മാധ്യമങ്ങളോട് പറയുന്നതായിട്ട് കണ്ടത്. അപ്പോൾ അതിനർത്ഥം ധൈര്യം, സധൈര്യം ഇത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ്. അത് ഈ നാട്ടിൻപുറങ്ങളിലുള്ള സ്ത്രീകളൊക്കെ ഇതുപോലെയുള്ളവരല്ല. അവർ പോലും സോഷ്യൽ മീഡിയകളിൽ അപമാനിക്കപ്പെടുന്നുണ്ട്. ലൈംഗിക ചുവയോടെയുള്ള കമൻറ്റുകളും റിമാർക്കുകളും ഒക്കെ ഏറ്റ് അങ്ങനെ എന്താണ് ഇതിനൊരു പരിഹാരമാർഗം, എങ്ങനെ നിർത്താൻ പറ്റുമെന്ന് ഒക്കെ ഓർത്ത് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാം പ്രചോദനം നൽകുന്ന ഒരു നടപടിയാണ്, ഒരു നീക്കമാണ് ഹണി റോസിൻ്റെ ഭാഗത്തു നിന്ന് ധൈര്യപൂർവ്വം വന്ന് ഇങ്ങനൊരു കേസുമായി മുന്നോട്ട് പോകാനായിട്ട് തയ്യാറായിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വലിയ മാറ്റങ്ങൾ സോഷ്യൽ മീഡിയ രംഗത്ത് വരുത്താനുള്ള വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കോടതി എടുക്കുന്ന തീരുമാനം അനുസരിച്ചിരിക്കും. നാളെ കോടതി എത്ര ഗൗരവത്തിൽ ഇതിനെ കാണുന്നു. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ തടവിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു പാഠമാകുകയും ഒരു ഭയമുണ്ടാകും, ഈ തരത്തിൽ പ്രതികരിക്കുന്ന ഒരു ഭയമുണ്ടാകുകയും ചെയ്യും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.